കയ്യും ചാരിയുന്നു പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. കളരിപ്പയറ്റ് കാണിച്ച് അവൻ അവളുടെ കരളിക്കയറി പറ്റി. സാവിത്രി കുട്ടിക്ക് എങ്ങനെ അബദ്ധം പറ്റി? അപ്പൊ ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിക്കൊന്നും ഒരു വിലയില്ലേ? എല്ലാ ദിവസവും ഇവിടെ വെച്ച് നമ്മളെ കാണുമ്പോൾ ആളുകൾ സംശയിക്കില്ലേ? എന്നാൽ നാളെ മുതൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെടാ അമ്പലപ്രേമി. ഇപ്പൊ മനസ്സിലായി താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വലിയ സന്മാർഗ സദാചാരവാദി. ഇനി താൻ ഞങ്ങളെ ലോഡ്ജിൽ നിന്ന് ഇറക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ ഈ വിവരം സ്വാമിയോട് ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ നോക്ക്. ഞാൻ പോവാം, പക്ഷെ അതിനു മുമ്പ് ചിലരുടെ കാസറ്റ് പ്രേമം കൂടി സ്വാമിയെ അറിയിച്ചിട്ടേ ഞാൻ പോവും. എന്ത് കാസറ്റ്, എന്ത് പ്രേമം? കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ പ്രേമം അപകടമാണ്. അപ്പാക്കും മാമിക്കും ഏതാവത് തെരിഞ്ചാ എന്നുയിരേ പോയിടും. ഇപ്പോ കാസറ്റുകള് കോടതിയിൽ വരെ തെളിവായി സ്വീകരിക്കുന്നുണ്ട് അല്ലേ വക്കീലെ? കാസറ്റിന്റെ കോപ്പികൾ എന്റെ കൈവശമുണ്ട്. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ സുഹൃത്ത് ഈ പൂച്ച കണ്ണടച്ച് രഹസ്യമായി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ആശാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരും. പിന്നെ സ്വാമിയെ കാണേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. നമുക്ക് രണ്ടു കൂടെ ജോഡിയായിട്ട് പോവാം. സോറി ബ്രദേഴ്സ്, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലീക്ക് ആവൂന്ന് പേടിച്ചിട്ടാ. സ്വാമിയുടെ വീക്ക് കിട്ടും പറയും. അതെ, ഇനി ആ കളരി ഇവിടെ നടന്നത് മുഴുവൻ ആ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ചളമാക്കുമെന്ന. ഞാൻ ആകെ നെർവസ് ആണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നീ വലിയ അഡ്വക്കേറ്റ് അല്ലേ, എന്നെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കടാ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അനുസരിപ്പിക്കുന്ന ഞാൻ ഏറ്റു. നീ പറ. ഇത് നിന്റെ പ്രസ്റ്റീജിന്റെ കാര്യമാണ്. അതെ, അനന്തന്റെ മുന്നിൽ നീ തോൽക്കാൻ പാടില്ല. ഇല്ല. അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. അതെ, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവനെ കയ്യിലെടുത്ത് പരസ്പരം സഹായിച്ച് നിങ്ങളുടെ പ്രേമങ്ങൾ ഇങ്ങനെ പോവണി. അത് കണ്ട് നീ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കി ബ്ലാ 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 എന്ന് നടന്നോ. ഇതിപ്പോ നിങ്ങൾ ബന്ധുക്കളായി കോബ്രദേശ് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെയും പ്രേമനെ ഇവിടുന്ന് ഇറക്കി വിടുമോന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെ തലമറന്ന് എണ്ണ തേക്കുന്നവരൊന്നും അല്ല ഞങ്ങള്. അല്ലേ ആനന്ദ? ഞാൻ തലയിൽ എണ്ണയെ തേക്കാറില്ല. അതാണ് തുടക്കത്തിൽ ഞങ്ങളോട് ചൂടായിട്ട് പെരുമാറിയത് അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം അല്ലേ? പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സാക്ഷികളായി കണ്ടുവച്ചിരിക്കുന്നത് ജോസിനെയും പ്രേമനെയും ഒക്കെയാണ്. അത് നന്നായിരിക്കുന്നു. സ്വാമി പോയോ? കണ്ണാടിക്കൂട്ടിലെ പലഹാരങ്ങൾ തീർന്നിട്ടില്ല. ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ തീരാതെ സ്വാമി വീട്ടിൽ പോകുന്ന ചരിത്രം ഇല്ലല്ലോ. ശരി, ആദ്യം നമുക്ക് ഓരോന്ന് വീശാം. രാവിലെ 3 ലിറ്റർ, വൈകിട്ട് 2 ലിറ്റർ. 5 ലിറ്ററോ? നാരായണ, 3 ലിറ്ററിന്റെ കാശ് ഇപ്പൊ വാങ്ങിച്ചോ, ബാക്കി നാളെ തരാം. നാളേതി നീളേതി ഞങ്ങള് റേഷൻ വാങ്ങിച്ചോട്ടെ സ്വാമി. റേഷനോ പട്ടയോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കേ. പട്ട പാലിനെ കണ്ടമാനം കാശാവുന്നുണ്ടല്ലോ, കുറയ്ക്കാൻ എന്താ ഒരു മാർഗം? സ്വാമിയുടെ രാവിലെ വൈകിട്ടുള്ള പാലുടി നിർത്തണം. ശരി, ഇതാ ഇന്നു മുതൽ പാൽ കൂടി നിർത്തിയിരിക്കുന്നു. നിർത്തിയല്ലോ? നിർത്തി. ഓക്കെ. നീ ആ നാരായണന്റെ കട അടക്കുന്നതിന് ഒരു 3-4 സോഡയും വാങ്ങിച്ചേ. என்னடா மாடியில ஒரு கும்பமேளம்? நம்ம அனந்தம் இல்லையா அங்கே? ഉണ്ടല്ലോ, ഞാനല്ലേ ഇപ്പൊ പൊറോട്ട ഇറച്ചിയെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. എന്താ ബഹളം? നമ്മൾ തമ്മില് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം? സ്വാമി അറിയരുത്. എനിക്ക് കളരി അറിയില്ല, ഞാൻ കളരി ആശാനുമല്ല. യെസ്, കളരിപ്പയറ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരു ചുക്കും അറിയില്ല. എന്റെ ചേട്ടനാ യഥാർത്ഥ കളരി ആശാൻ, അനന്തൻ. ഞാൻ അപ്പുക്കുട്ടനാ, വെറും അപ്പാവി അപ്പുക്കുട്ടൻ. ചേട്ടൻ വീട് നോക്കാതെ നാടോടിയായിട്ട് നടപ്പാം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മ, കല്യാണപ്രായമെത്തിയ 2 സഹോദരിമാര്. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാ ആരുടെങ്കിലും തല്ലുകൊണ്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കളരി ആശാൻ അനന്തനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിവൃത്തിയുടെ കൊണ്ട. ആരോ വരുന്നുണ്ട്. അനന്തപുരികളെ സ്വാമി വിളിക്കുന്നു. ഞാനിതാ ഇപ്പൊ വരാന്ന് പറയൂ. ശരി, ചെല്ല്, പോയിക്കോ. സ്വാമിക്ക് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവും. സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. യു ഡോണ്ട് വറി. സ്വാമി, എന്താ വിളിച്ചത്? എന്താണെന്താ, നീയും അവരുടെ കൂടെ കൂടിയോ? സ്വാമി, ഇതൊക്കെ എന്റെ ഒരു നമ്പരല്ലേ? മനസ്സിലായില്ല.
ഈ തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കൊലക്കേസ് പ്രതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഏതായാലും അടുത്ത ആഴ്ച ഞാൻ അവന്മാരെ അടിച്ച് സൂപ്പാക്കി പദം വരുത്തി ഇവിടുന്ന് ഇറക്കി വിടാൻ പോവാണ്. അതിന്റെ പാപം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതാ. അപ്പോ ഇത് അവന്മാരുടെ അവസാനത്തെ അത്താഴമാണല്ലേ? ആ, അന്ത്യനാളുകളിലെ അത്താഴങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അകത്ത് പോടാ. അച്യുതം കേശവം വിഷ്ണു ഹരിം സത്യം ജനാർദ്ദനം നാരായണം ഗോവിന്ദ. എന്നക്കാ ஏக்கா அனந்து இருக்கானே? ஆமா, அவனுக்கு என்ன? அவனுக்கு ஒண்ணும் இல்லடா. அவனுக்கு இனிமே சாப்பாடு அந்த ஹோட்டல்லயே கொடுத்தா போறோம். நீ சாப்பிட்டான? அவன் இங்க சாப்பிட வந்தா நம்ம சாவித்திரி கிட்ட சும்மா தொண பேசிக்கிட்டே இருக்கான். சாப்பிட்டு முடிஞ்சா எழுந்து போக வேண்டியதானே, போக மாட்டேங்கிறான். நான் இதை ஏன் சொல்றேன்னா, நம்ம பக்கத்து வீட்டு டீச்சர் இருக்காங்க, அந்த அம்மா பாத்துட்டு சொன்னாங்க. அவங்க ஒண்ணும் தப்பா சொல்லல, இருந்தாலும் ஏக்கா அந்த அனந்த எதுக்கு வந்தேன்னு அந்த டீச்சருக்கு தெரியாது, உனக்குமா தெரியாது? அவன் 2 நாள்ல வேலை முடிச்சு போறான். நீ சொல்றதெல்லாம் கரெக்ட் தான்டா. ஆனா காயத்ரியும் சாவித்திரியும் கல்யாண வயசு வந்த பொம்பளை பசங்க. நாளைக்கு யாராவது ஏதாவது சொன்னா கெட்ட பேர் நமக்கு தானேடா. நம்ம குழந்தைகளை பத்தி நமக்கு தெரியாதாக்கா? அனந்த அந்த மாதிரி ஆள் அல்ல, ரொம்ப தங்கமான மனுஷன். நீ ஒண்ணும் கவலைப்படாத. ஆமா, தங்கமான மனுஷன். எல்லாம் போக போக தெரியும். அக்கா, நாளைக்கு நம்ம 2 பேரும் பார்க்குக்கு வரணும்ல. அனந்து சொல்லியாச்சு. முரளி எங்க வருமா? டெஃபினட்டா வரும். அவங்க 2 பேரும் இப்போ ஃப்ரெண்ட்ஸ் தானே. அவங்க ஃப்ரெண்ட்ஸ் ஆனது எவ்வளவு நல்லா போச்சு. கடவுளே, உன்னை கையெடுத்து கும்பிடுறேப்பா. எனக்கு பயமா இருக்கு அக்கா. அப்பாவுக்கு தெரிஞ்சா என்ன நடக்க போகுதுன்னு எனக்கே தெரியல. அந்த டைம் சொல்லியாச்சா? சொல்லியாச்சு. 3:30 தானே காலேஜ் முடியற டைம். ஆமா, அப்படின்னா கரெக்டா 4:30. அக்கா தூங்கியாச்சா? எனக்கு தூக்கமே வரல. ராஜ்ரி, இன்னுமா தூங்கல? என்னடி 2 பேருக்கு பேச்சு வேண்டி கிடக்கு? நேரம் ஆறுது இல்லையா? എന്തിനാണ് ഇത്ര അത്യാവശ്യമായിട്ട് അവരെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് ഈ കാസറ്റ് പരിപാടി വലിയ വശമില്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കളരിപ്പറ്റി കാണിച്ചു കൊടുക്കാൻ. ദേ കളിയാക്കല്ലേ. ഞാൻ കളരി പഠിക്കാത്തത് കഴിവില്ലാഞ്ഞതുകൊണ്ടൊന്നുമല്ല, ബുദ്ധിയില്ലാത്തോണ്ടാ? അതൊരു കാരണം. പക്ഷേ മെയിൻ ആയിട്ട് ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ. எனக்கு பயமா இருக்கா. யாராவது பார்த்தா? എന്താ ഇത്ര ലേറ്റ് ആയത്? ആരെങ്കിലും കാണുമോന്ന് ഇവൾക്ക് ഭയങ്കര പേടി. എന്തിനാ പേടിക്കുന്നത്? കളരി ഗുരുക്കളല്ലേ കൂടെ ഉള്ളത്. തച്ചോളി മരുമകൻ ചന്തു. മുരളി, എന്താണ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണോ? ഞങ്ങൾ അങ്ങോട്ട് മാറാം. വാ, അത് വേണ്ട, സംഘടിതമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. എല്ലാം പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. എനിക്ക് പേടിയാവുന്നു. വല്ലവരും കാണുമെന്നുള്ള പേടിയാണെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവാ. ഒന്ന് വണ്ടി നിർത്തണം, ഒരാളിറങ്ങുന്നുണ്ട്. ഡ്രൈവർ, മനുഷ്യ, ഒന്ന് വണ്ടി നിർത്തണം, ഒരാളിറങ്ങണം. ഹലോ, പറഞ്ഞ വണ്ടി നിർത്തരില്ലേ? പറഞ്ഞാൽ നിർത്താത്തതുകൊണ്ടാണല്ലോ അടിച്ചു നിർത്തിയത്. എവിടുന്ന് വരണ കുറ്റി മറിച്ച് ഊളം പറഞ്ഞു പോടോ.
அடிப்பாவிங்க எல்லாத்தையும் கொண்டுட்டு நான் ஜெயிலுக்கு போக வேண்டி ஒண்ணு வேண்டி படிக்க போறேன்னு சொல்லிட்டு அந்த அயோக்கிய ராஸ்கலமா ஊர் சுற்றுறியாடி ஏண்டி அவனை பத்தி நீ எங்கிட்ட என்னெல்லாம் சொல்லியிருக்க ஏண்டி அவனுக்கு ஒரு என்னடி சம்பந்தம் என்ன எந்த தப்புதாண்டி எந்த தப்புதா அக்கம் மக்களுக்கு பார்த்தா நமக்கு அவமானம். இல்லைக்கா நான் இல்ல குழந்தைங்களா இவ்வளவு செல்ல கொடுத்து வளர்த்த இவனுக்கு நம்ம ஜாதியா இருந்தாலும் பரவாயில்ல இது யாரோ ஒரு பேசாம பாரு. இனிமே காலேஜ் வில்லேஜ் ரெண்டு எங்கேயா வெளில போனீங்க கைய கால வெட்டி முடிச்சு போடுவேன். போய் நீ படிச்சது பெரிய காலேஜ் இங்க பாரு. இதோ பாரு அந்த தடியன் எங்க அங்க இருந்து போலனாலும் பரவாயில்ல. முதல்ல அந்த அனந்தன் அங்க இருந்து அனுப்பு. அவனுக்கு தயிர் பால் நெய் அவன் தலையில கொட்ட കട്ടയില പറയാൻ ശനിയം പിടിച്ചവൻ. അതിനിപ്പോ എന്തുണ്ടായെന്നാ സ്വാമി പറയണേ? ആദ്യം എന്റെ ലോഡ്ജ് മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഇപ്പോൾ എന്റെ 2 പെൺകുട്ടികളും അവന്മാരുടെ കൂടെ പോകുന്നതായി. ഓഹോ, അങ്ങനെ ഒരു സംഭവം. അവന്റെ കളരിയും ഒടുക്കത്തെ ഒരു തീറ്റയും നെയ്യും പരിപ്പും കൂട്ടി 2 നേരം ശാപ്പാട്. അക്ക അറിയാതെ ഇറച്ചിയും മുട്ടയും തീരും ഇതിന് കള്ളു വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലേ. അവന്റെ ദേഹത്ത് പുരട്ടാൻ എണ്ണയ്ക്ക് മാത്രം എത്ര രൂപ ചെലവായെന്ന് അറിയാമോ? എല്ലാം സഹിക്കാം. എന്റെ ഗായത്രി കുട്ടിയും സാവിത്രി അത് മാത്രം ഞാൻ സഹിക്കില്ല. കൊള്ളുകളയും ഞാൻ കൊള്ളുകളയും. സ്വാമി അവന്റെ അടുത്ത് നിന്ന് അവിവേകമൊന്നും കാണിക്കരുത്. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ചൂണ്ടുപറമ്പ് അറിയാവുന്നവനാ. എന്റെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയാലും ശരി അന്യജാതിക്കാരന് ഞാൻ കൊടുക്കൂല. അവരെന്നെ കൊന്നോട്ടെ. 2 വർത്തമാനം പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ചാകാമല്ലോ. സ്വാമി 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 അവിടെ നിന്നേ. സ്വാമി ഇങ്ങനെ നിയന്ത്രണം വിടരുത്. ഞാൻ കൂടി വരാം. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാവുന്നത്. ഇനി സംസാരിച്ചിട്ട് എന്താ പ്രയോജനവും കിടയാറ്. സ്വാമിയുടെ വിഷമം എനിക്കറിയാം. എടുത്തിയാടി എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ഇതിനേക്കാൾ എന്താണ് വലിയ ദുഃഖം? സ്വാമി ഞാൻ പറയുന്നത് കേക്ക്. സ്വാമി കടയിൽ പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വരും. വേദന ആമാ അയ്യുണ്ടോ വാസുവേ, ഇവിടെ തലവലാദികളിൽ നിന്ന് സ്വാമിയുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്നോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് ചതി ചെയ്തെന്നാ മാഷി പറയുന്നത്? ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. പ്രേമന്റെ ശല്യത്തിൽ നിന്നും സാവിത്രിക്കുട്ടിയെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി ആ കുട്ടി എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഞാനും ആ കുട്ടിയെ സ്നേഹിക്കാൻ നിർബന്ധിതനായി തീർന്നു. അത്രേ ഉള്ളൂ. എടോ, കളരി അഭ്യാസം അറിയാമെന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്നാണ് തന്റെ വിചാരം. സ്വാമി എന്നെ തല്ലില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഉത്തരവാദിത്തത്തിലാ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കൊരു പ്രശ്നം വരുമ്പോ അപ്പുണ്ണി മാഷെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് അപ്പുണ്ണി മാഷ് വിചാരിക്കണ്ട. പയ്യോളിയിൽ കളരിയും അഭ്യാസവുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് സാവിത്രിക്കുട്ടിയുമായി അടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടാക്കി തന്നത് മാഷാണ്. ആര്? ഞാനോ? അതെ. ഇനി ഞങ്ങളെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും മാഷിന്റേതാണ്. അതെ മാഷ്, സാവിത്രിക്കുട്ടി ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരു നിമിഷം നിന്ന് ഇവിടെ കണ്ടുപോകുന്നത് എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കണമല്ലേ? അതിന് ഈ സ്വാമി രണ്ടാമതൊരു ജന്മം ജനിക്കണമല്ല. രണ്ടാമതൊരു ജന്മം എടാ, നിന്നോട് എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം. എന്താ ഇത്? എന്താ ഈ സ്വാമിക്ക് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ദ്രോഹി, എന്റെ പെൺകുട്ടികളെ മയക്കി എടുക്കാൻ നിങ്ങൾ എല്ലാം പ്രശ്നം ഉണ്ടാക്കരുത്. നിയമപരമായി നോക്കിയാൽ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇന്ത്യയിൽ ഒന്നും പറയണ്ട. സ്വാമി ഇതേ മിണ്ടാതിരി. അയൽവക്കാരുടെ സ്വാമിയുടെ മക്കൾക്കല്ലേ പേരുദോഷം. ഇങ്ങോട്ട് വരാൻ പറയും. സ്വാമി ഇവിടെ കിടന്ന് ഈ പുകലൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വീട്ടിൽ എന്തായിരിക്കും? ആ പെമ്പിള്ളേരെ വല്ലത് ഉപദ്രവിച്ച് കാണോ? അവരെ വീട്ടിൽ നിന്ന് മാറ്റി കാണുമോന്ന എന്റെ പേടി. അങ്ങനെ മാറ്റിയാ ഞാൻ അപ്പൊ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മണ്ടനെ കയ്യിലെടുത്താലേ കാര്യങ്ങൾ നടക്കൂ. അയ്യോ, ഞാൻ തന്നെയല്ല, അപ്പുണ്ണി മാഷിനെ.